പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയും പുലിയും. സിംഗുകടത്ത് ചക്കക്കൊമ്പൻ വീട് ആക്രമിച്ചു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. 2 மாதத்துக்கு முன்னாடியே 5 மாடை அடிச்சிருக்கு. கவர்மெண்ட் இதுவரை எந்த நடவடிக்கையும் எடுக்கல ஃபாரஸ்ட் டிபார்ட்மெண்ட்லேருந்து. அதனால் இது எங்களுக்கு ஒரு சக்தமான ஒரு നടപടിക്ക് എടുത്ത് இந்த അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയ്ക്കെതിരെ പരാതി നൽകിയ RLV രാമകൃഷ്ണൻ. ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതി. മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാനൊരുങ്ങി കലാമണ്ഡലം. അന്തിമ തീരുമാനം ഭരണസമിതി യോഗത്തിൽ. കേരളം ബൂത്തിലേക്ക് എത്താൻ ഇനി 1 മാസം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. ബൂത്ത് തല കൺവെൻഷനിലേക്ക് കടന്ന LDF, നിയോജക മണ്ഡലം കൺവെൻഷനുകളുമായി UDF. ദേശീയ നേതാക്കളുടെ വരവിൽ പ്രതീക്ഷയർപ്പിച്ച NDA. തിരുവനന്തപുരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്ന് സൂചന. വാർത്താ സമ്മേളനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത. സംസ്ഥാനത്ത് വ്യക്തികളും സ്ഥാപനങ്ങളും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് തോട്ടഭൂമി. 11 ജില്ലകളിലായി 200ഓളം തോട്ടഭൂമി കൈവശം വെച്ചിരിക്കുന്നത് അനധികൃതമായി. ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ സർക്കാർ പരാജയം. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 15 കേസുകൾ മാത്രം. രേഖകൾ കേരള വിഷൻ ന്യൂസിന്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഇരു ടീമുകളും ഇറങ്ങുന്നത് ആദ്യ ജയം തേടി.